നമസ്തേ. ജയാസ് നവോദയ NS കോച്ചിങ് സെന്റർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു. നമുക്ക് ഇന്ന് അതിഥിയായിട്ടുള്ളത് 2024 ജവഹർ നവോദയ വിദ്യാലയത്തില് 6th സ്റ്റാൻഡേർഡിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള ശ്രീലക്ഷ്മി ഫ്രം കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള തെങ്ങണ എന്ന സ്ഥലത്തു നിന്നുള്ള ശ്രീലക്ഷ്മിയാണ് നമുക്ക് അതിഥിയായിട്ടുള്ളത്. നമുക്ക് ശ്രീലക്ഷ്മിയുടെ വിശേഷങ്ങളും ആയിട്ടൊന്ന് പങ്കുവെക്കാം. ഹായ് മോളൂട്ടി, എന്തുണ്ട് വിശേഷം? നമസ്തേ ചക്കരെ. നമസ്തേ നമസ്തേ. എടാ ചക്കരെ, നീ അഡ്മിഷന്റെ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്തല്ലോ അല്ലേ? അഡ്മിഷനുള്ള പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിനക്ക് സ്കൂളിൽ പോകാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ? നവോദയ സ്കൂളിലേക്ക് എന്നൊക്കെ വാങ്ങിച്ചിടാൻ നവോദയ സ്കൂളിൽ പോകാനായിട്ട് എന്നൊക്കെ വാങ്ങിച്ചു? ഞങ്ങള് ബാഗ് മേടിച്ചു, ഞങ്ങള് അവര് തന്നേക്കുന്ന ലിസ്റ്റിലുള്ള എല്ലാം മേടിച്ചു. പറഞ്ഞേക്കുന്ന ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അല്ലേ? യൂണിഫോം ഇപ്പം ചെല്ലുമ്പോഴേ കിട്ടത്തില്ലല്ലോ, അതിനെന്നാണ് പരിഹാരം? സ്കൂളിൽ നിന്നല്ലേ യൂണിഫോം ഒക്കെ ലഭ്യമാണ്? ഞങ്ങള് നേരത്തെ സ്കൂളിലെ യൂണിഫോം തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ സ്കൂളിലെ യൂണിഫോം തന്നെ കൊണ്ടുപോകാൻ അല്ലേ? ഓക്കെ. നമ്മുടെ ജയാസ് നവോദയ NS കോച്ചിങ് സെന്ററിന്റെ ഈ വർഷത്തെ വൻ വിജയമായിരുന്നു. കോട്ടയം നവോദയ സ്കൂളിലെ ടോട്ടൽ 80 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. ടോട്ടൽ ഇൻടേക്ക് ഈ വർഷത്തെ 80 കുട്ടികൾക്ക്. അതിനകത്ത് 11 കുട്ടികളും ജയാസ് നവോദയ NS കോച്ചിങ് സെന്ററിലെ സ്റ്റുഡന്റ് ആണ്. നിന്റെയൊക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാരും കൂടെ ഒന്നിച്ച് ജീവൻ ഹരി, ആദിശങ്കർ, പിന്നെ അക്ഷയ് തുടങ്ങിയിട്ടുള്ള അഭിനവ പ്രഭാഷ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ പേര് അല്ലെ നമ്മുടെ കോട്ടയത്ത് നിന്ന് നമ്മുടെ കൂട്ടുകാരെ തന്നെ കിട്ടും. കൂടാതെ നമുക്ക് ഇനി 7th, 8th, 9th, 10th, +1, +2 ജയാസ് നവോദയ NS കോച്ചിങ് സെന്റർ, നമ്മുടെ കോച്ചിങ് സെന്ററിലെ ഒരുപാട് കുട്ടികൾ നമ്മുടെ കോട്ടയം നവോദയ സ്കൂളിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് അവരോടൊപ്പം കൂട്ടുകൂടാം. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മുടെ ക്ലാസ്സില് നീ എങ്ങനെയാണ് വന്നത്, നവോദയ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് വന്നത് എങ്ങനെയാണെന്ന് പറയാമോ? എനിക്ക് ഞാൻ 5ാം ക്ലാസ്സിലെ ടേമിൽ എക്സാമിനേഷന് എനിക്ക് മാത്സിന് വളരെ മാർക്ക് കുറവായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ നവോദയയുടെ ഒരു കാര്യം പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. അപ്പൊ ജയാ മിസ്സിന്റെ ആണ് ആദ്യമേ കണ്ടത്. അങ്ങനെ മിസ്സിനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തു, ഇന്റർവ്യൂ ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ഇവിടെ ഓറിയന്റേഷൻ ക്ലാസ് ഒക്കെ കണ്ട് നമ്മള് ക്ലാസ് കയറി വന്നു അല്ലേ? പിന്നെ നീ ഒരു കഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന ക്ലാസ് ആണ്. നീ കഷ്ടപ്പെട്ടോ? അതാണ് അറിയുന്നത്. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ നമ്മുടെ ക്ലാസ്സുകള്? കഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല അല്ലേ? ഫണ്ണിലൂടെയാണ് നമ്മള് ക്ലാസ്സുകളിലോട്ട് പോയത് അല്ലേ? ഇനി നമുക്ക് ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള എക്സൈറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? എനിക്ക് ക്ലാസ്സിൽ നിന്ന് ടൈം ഓഫ് ജോയ് ഇഷ്ടമായിരുന്നു. മിസ് ഏറ്റവും ലാസ്റ്റ് ചെയ്ത ഗെയിമായിരുന്നു അത്. ലാസ്റ്റ് ഗെയിം ഇഷ്ടമായിരുന്നു. ഫൺ വിത്ത് മെന്റൽ ട്രിക്സ് ഇഷ്ടമായിരുന്നു. പിന്നെ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുന്നതിന് ഇത് OMR ഷീറ്റ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ആയിട്ടാ പോയത്. അത് നിനക്ക് എത്രമാത്രം ഹെൽപ്പ് ചെയ്തു? എനിക്ക് അത് നന്നായിട്ട് ബിക്കോസ് അവിടെ ഞാൻ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. മിസ് പറഞ്ഞു തന്ന കുറെ ടിപ്സ് എനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു അവിടെ ചെന്നപ്പോ. ഇനി നമ്മുടെ ക്ലാസ്സില് ഇപ്പൊ നമ്മള് കോച്ചിങ് 3rd സ്റ്റാൻഡേർഡ് തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. 3ാം ക്ലാസ്സിലെ കുട്ടികളും ഒരു ബാച്ച് ഉണ്ട്, 4th ഒരു ബാച്ച് ഉണ്ട്, 5th നമ്മൾ ഒന്നിലധികം ബാച്ചുകൾ സ്റ്റാർട്ട് ആക്കി കഴിഞ്ഞു. ഇനി അവർക്ക് വേണ്ടിയിട്ട് ചക്കര നമ്മുടെ ക്ലാസ്സിന് എന്തൊക്കെ വ്യത്യാസങ്ങൾ വരും? ഓൻ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതോ ഇതുപോലെയൊക്കെ തന്നെ പോയാൽ മതിയോ? നിന്റെ അഭിപ്രായം എന്താ? ഇതുപോലെയൊക്കെ ഇംപ്രൂവ്മെന്റ് ഏരിയ ഒന്നും ഇല്ല അല്ലേ? നിനക്ക് സ്കൂളിലെ ലെവല്
നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ആയി കഴിഞ്ഞിട്ട് സ്കൂളിൽ എത്രമാത്രം ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ട്? എനിക്ക് മിസ്സിന്റെ ക്ലാസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അടുത്തുള്ള എക്സാമിനേഷൻ എല്ലാം ഫുൾ മാർക്കായിരുന്നു മാത്സിനൊക്കെ. വെരി ഗുഡ്. താങ്ക് യു ചക്ര, താങ്ക് യു. പിന്നെ മറ്റുള്ളവരോട് നിനക്ക് എന്താണ് പറയാനുള്ളത്? നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടില് അച്ഛനുണ്ട്, അച്ഛമ്മയുണ്ട്, അച്ഛനും അമ്മയും അനിയനും ഉണ്ട്. പിന്നെ അച്ഛന്റെ അനിയനും ഉണ്ട്. അച്ഛന്റെ അനിയനുണ്ട് ആണോ? അച്ഛന്റെ എല്ലാരും ഉണ്ട്. അനിയന് എന്തിയെ? അനിയനുണ്ടോ കൂടെ? അനിയൻ അപ്പുറത്തെ മുറിയിലുണ്ട്. പേരെന്നാ? ശ്രീഹരി. ശ്രീഹരി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? അവൻ ഇനി ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ടാ. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്. ശ്രീഹരിക്ക് വരുവോ? ക്യാമറയിൽ വരുവോ? അവൻ വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൻ വരാന്നൊക്കെ പറഞ്ഞു. എന്നാ വരാൻ വിളിക്ക്. ശ്രീഹരിയെ കാണിച്ചേ, എല്ലാരെയും ഒന്ന് കാണിച്ചേ. ശ്രീഹരി ചേച്ചിക്കുട്ടിയുടെ പറയുന്നതൊക്കെ എന്നാന്നൊന്ന് അറിയട്ടെ അല്ലേ? ശ്രീഹരി വരുന്നുണ്ടോ? അമ്മയുടെ പേരെന്നാ? നീതു. അമ്മ എന്നാ ചെയ്യുന്നേ? അമ്മ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്യുവാണ്. അച്ഛയോ? അച്ഛനോട് ചക്കര ചക്കര ഇപ്രവ. ഓക്കെ. ഹായ് ഹായ്. പേരെന്നാണ് കൂട്ടാ? ശ്രീഹരി. ശ്രീഹരി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഒന്നിലോട്ട് പോകണോ? അത് ശരി. ചേച്ചിക്കുട്ടി പോവല്ലേ നവോദയ സ്കൂളിൽ? ചക്കര പോകണുണ്ടോ സ്കൂള് കണ്ടോ? നവോദയ സ്കൂൾ ഇഷ്ടപ്പെട്ടോ? ചക്കരക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? കയറി ചെല്ലുമ്പോഴത്തേക്കിന് ഐ ലവ് കണ്ടായിരുന്നോ? JNV എന്നൊക്കെ എഴുതി വെച്ചിട്ട് ചേച്ചിക്കുട്ടി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ. ചക്കരയ്ക്ക് ഒരു ഫോട്ടോ ഒക്കെ എടുക്കലായിരുന്നോ? എടുക്കണേ. ഇനി പോവൂല്ലേ ചേച്ചി ആക്കാൻ പോകുമ്പോഴത്തേക്കിന് അവിടെ പോയി ഫോട്ടോ എടുക്കോ? അവിടുത്തെ ഗ്രൗണ്ട് ഒക്കെ കണ്ടോ കുട്ടൻ? ഗ്രൗണ്ടിൽ ഇഷ്ടപ്പെട്ടോ? അവിടെ കിടന്ന് കളിക്കണം നമുക്ക്. കളിക്കാനൊന്നും അറിയത്തില്ലല്ലേ? നവോദയ സ്കൂളിൽ ചക്കരയ്ക്ക് പോണോന്നുണ്ടോ ചേച്ചിയോടൊപ്പം? പോണമെന്നുണ്ടോ കുട്ടന്? അതോ ചേച്ചിയെ പറഞ്ഞു വിട്ടിട്ട് ഇവിടെ തന്നെ ഇരിക്കാനാണോ? മുത്തശ്ശനുണ്ട്, മുത്തശ്ശിയുണ്ട് അല്ലെ? ആരൊക്കെയാ ശ്രീകുട്ടി നിന്നെ പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തോണ്ടിരുന്നെ? എല്ലാരും സഹായിക്കേണ്ടതായിട്ട് വന്നോ? ഇല്ല, ഞാൻ തന്നെയായിരുന്നു പഠിച്ചോണ്ടിരുന്നത്. മിസ്സാണ് ഹെൽപ്പ് ചെയ്തത്. ആണോ? മിസ്സാണ്. മിസ്സിന്റെ ക്ലാസ്സിൽ നിന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ലെ? നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പേരൻസിനോട് പറയുന്നത് പേരൻസ് പഠിപ്പിക്കണ്ട പേരൻസ് പഠിപ്പിക്കണ്ട, അവരുടെ സപ്പോർട്ട് വേണ്ട, ഹോംവർക്ക് വേണ്ട അല്ലെ? കാണാതെ പഠിക്കണ്ട, പോർഷൻ ഒന്നുമില്ല. അത് പറഞ്ഞ വാക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ക്ലാസ്സിലെ ടോപ്പർ ആക്കി തരാമെന്നാണ് ടീച്ചർ വാക്ക് പറഞ്ഞത്. ക്ലാസ്സിലെ ടോപ്പറായി ചക്കര അല്ലേ? പിന്നെ ഈ നവോദയ എക്സാം കഴിഞ്ഞ റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ മോളൂട്ടിക്ക് എന്താ ആ റിസൾട്ട് ആരാ ചക്കരയോട് ആദ്യം പറഞ്ഞത്? എന്റെ അച്ഛനാണ് എന്നോട് ആദ്യമേ റിസൾട്ട് പറഞ്ഞത്. എങ്ങനെ തോന്നി അന്നേരം? എക്സൈറ്റഡ് ആയിട്ട്? ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട്. ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് റിസൾട്ട് വന്നത്. അപ്പൊ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതായത് പ്രൊഫഷണലി സെലക്ടഡ് എന്നാണ് ആദ്യം വരുന്നത്. അപ്പോഴേ എന്നെ എല്ലാവരും വിളിക്കാം, ടീച്ചറെ ഇത് അഡ്മിഷന്റെ തന്നെയാണോ എന്നൊരു സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? ഡൗട്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ആരെ അറിയിച്ചേ? ആദ്യമേ എന്റെ അമ്മയുടെ അമ്മയെ അറിയിച്ചത്. മുത്തശ്ശിയാണ് അറിയിച്ചത്. മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷായോ? അതെ അല്ലേ? മുത്തശ്ശി കൂടെയുള്ള മുത്തശ്ശിയാണോ? അല്ല അല്ല, അമ്മയുടെ ആലപ്പുഴയിലാണ്. അവിടെ ആലപ്പുഴയിലാണ് അമ്മയുടെ വീട്. അവിടെയായിട്ട് വിളിച്ചറിയിച്ചു അല്ലേ? ഓക്കെ.
ഇനിയിപ്പോ എല്ലാവർക്കും സങ്കടമായോ ചക്കരയ്ക്ക് പോവാൻ? ഇനി മോളോട്ട് പോകാൻ തയ്യാറായിട്ട് നിൽക്കുവല്ലേ? അവിടെ ചെന്നപ്പോ Yes, ഇന്റർവ്യൂ ma'am. ചെയ്തിട്ട് എന്നൊക്കെ ചോദിച്ച് എന്നോട് അവിടുത്തെ പ്രിൻസിപ്പൾ ആയിരുന്നു സംസാരിച്ചിരുന്നത്. എന്നിട്ട് പ്രിൻസിപ്പള് എന്തുകൊണ്ടാണ് നവോദയയിൽ വരാനായിട്ട് എന്തുകൊണ്ടാണ് നവോദയ ചൂസ് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞമ്മയും കൊച്ചിയൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ആലപ്പുഴ നവോദയയിലായിരുന്നു അവർ പഠിച്ചിരുന്നത്. അതുകൊണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അതൊക്കെ പറഞ്ഞു അല്ലേ? പിന്നെ മോളോട്ട് വേറെ എന്നൊക്കെ ചോദിച്ചോടെ? എന്താകാനാണ് ആഗ്രഹം എന്നൊക്കെ ചോദിച്ചു. എനിക്ക് വയ്യ. എന്നിട്ടോ നമ്മളിവിടെ ടീച്ചറെ ചക്ര നമ്മളെ ക്ലാസ്സിൽ ഇരിക്കുമ്പോ തന്നെ നിങ്ങളെ എങ്ങനെയാ വിളിച്ചോണ്ടിരുന്നേ? മോളോട്ടി എന്താ പറഞ്ഞത്? മിസ്സിന് പ്രിൻസിപ്പള് കോച്ചിങ് എടുത്തോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിജയാന്റെ കോച്ചിങ് എടുത്തു. പിന്നെ അത് ശരി. ഓക്കെ. മോളോട്ടിക്ക് ആരാകാനാ താല്പര്യം? എനിക്ക് IAS എടുക്കാനാണ് താല്പര്യം. സിവിൽ സർവീസ് നേടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളെ ശ്രീലക്ഷ്മി IAS എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത് അല്ലേ? അല്ലേ? അതെ അതെ അതെ. അങ്ങനെ മോളോട്ടിക്ക് IAS കിട്ടാനായിട്ടുള്ള എല്ലാ സാഹചര്യവും ഒരുക്കാവുന്ന ഒരു സെന്ററിലേക്കാണ് മോൾക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. മിടുമിടുക്കിയായിട്ട് പഠിക്കുന്നതിനോടൊപ്പം തന്നെ സർവീസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ മേഖല എന്ന് പറയുന്നത്. അതിലേക്ക് മോൾക്ക് എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്നുള്ള ആശംസകളോടുകൂടി നമ്മുടെ കൂട്ടുകാരിയുടെ ഇനിയുമുള്ള വിശേഷങ്ങൾ നമുക്ക് പിന്നീട് കേൾക്കാം. എല്ലാവർക്കും നമസ്തേ. നമ്മുടെ ശ്രീലക്ഷ്മി ജൂൺ ഡേറ്റ് തന്നിട്ടില്ല അല്ലേ? നവോദയ സ്കൂളിലെ എന്നത്തേക്കിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നവോദയ സ്കൂളിൽ പോകുന്നതിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ജൂൺ ഫസ്റ്റ് വീക്ക് തന്നെ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. പോകാനുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ മതി. ബാക്കിയെല്ലാം സ്കൂളിൽ തരും. ബുക്ക്, പുസ്തകം, യൂണിഫോം, ബാക്കി എല്ലാ മെറ്റീരിയൽ, ഷൂ, സോക്സ്, എല്ലാ മെറ്റീരിയലും സ്കൂളിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടിപൊളിയായിട്ട് നല്ല മിടുമിടുക്കിയായിട്ട് പഠിച്ച് വലിയ വലിയ പൊസിഷനിലെത്തി അവർക്ക് നാടിനും നാട്ടുകാർക്കും സേവനം ചെയ്യാനുള്ള സാഹചര്യവും വീട്ടുകാർക്ക് എപ്പോഴും സന്തോഷം നൽകാനുള്ള സന്തോഷങ്ങൾ നൽകട്ടെ എന്നുള്ള ആശംസകളോടുകൂടി നമുക്കിപ്പോ തൽക്കാലത്തേക്ക് നിർത്തുന്നു. നന്ദി. നമസ്തേ. നമസ്തേ ചക്കരേ. എന്തോ പറയാനുണ്ട് മിസ്?